നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മൂന്നാർ സമരത്തിന്റെ മുദ്രാവാക്യം മാറിയോ? എങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. മൂന്നാറിൽ സമരത്തിന്റെ മുദ്രാവാക്യം മാറ്റി പുതിയ തന്ത്രവുമായി സമര സമിതി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, KPCC വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സമരത്തിൽ നിരാഹാരമിരിക്കുന്ന CR നീലകണ്ഠൻ, ഒപ്പം ഗോമതിയും ടെലിഫോൺ ലൈനിൽ ചേരും. ശ്രീ CR നീലകണ്ഠൻ, മൂന്നാറിലെ സമരം 3 ദിവസം പിന്നിടുമ്പോൾ മുദ്രാവാക്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? മാറിയിട്ടുണ്ടോ? ഇത് തീർത്തും തെറ്റായ റിപ്പോർട്ടാണ്. ഒന്നാമത്തെ കാര്യം, തോട്ടം തൊഴിലാളികൾ പെമ്പിളിപുരമേ ഈ സമരം 24-ാം തീയതി തുടങ്ങുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. 23-ാം തീയതി മന്ത്രി MM മണിയുടെ പ്രസ്താവന വരുന്നത് കൊണ്ടാണ് 24-ാം തീയതി തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇത് ദീർഘകാലമായ ഒരു സമരമാണ്. പെമ്പിളിപുരമേ ആവശ്യപ്പെട്ട് അതിൻ്റെ അവകാശ പത്രിക പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. 22-ാം തീയതി പൊതു മീറ്റിംഗ് നടത്താൻ ഇവിടെ തീരുമാനിക്കുന്നു. പൊതു മീറ്റിങ്ങിന് പോലീസ് പെർമിഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അത് സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയയിലും പ്രചരിക്കുന്നു, വ്യാപകമായി പത്രക്കുറിപ്പായി പോകുന്നു. അങ്ങനെ പോയതെന്താണ്? ഒരു തൊഴിലാളി കുടുംബത്തിന് 1 ഏക്കർ ഭൂമി വേണം, ഇവിടെയുള്ള കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കണം, ആ ഭൂമി ഏറ്റെടുത്തിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ. ആ അർത്ഥത്തിൽ 1 ഏക്കർ ഭൂമി എന്നത് ഈ സമരം തുടങ്ങുന്നതിന് മുമ്പുള്ള ഇവരുടെ ദീർഘകാല ആവശ്യമാണ്. ഇനി MM മണി രാജിവെച്ച് മാപ്പ് പറഞ്ഞ് കഴിഞ്ഞാലും ആ ആവശ്യത്തിൽ നിന്ന് ഒട്ടും തന്നെ പുറകോട്ട് പോകുന്നില്ല. പക്ഷേ ആ ആവശ്യവുമായി ഇതിനെന്താണ് ബന്ധം എന്നതാണ് പ്രധാന കാര്യം. 22-ാം തീയതി ഇവർ ഇത് പ്രഖ്യാപിക്കുന്നു. അതിനു മുമ്പ് തന്നെ 17-ാം തീയതി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന സബ് കളക്ടറെ പെമ്പിളിപുരമേയും ഞങ്ങളും ആം ആദ്മി പാർട്ടിയും പോയി കണ്ട് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം കയ്യേറ്റം ഒഴിപ്പിക്കൽ നന്നായി നടക്കണമെന്ന് പെമ്പിളിപുരമേ തന്നെ ആവശ്യപ്പെടുന്നു. അത് തന്നെ അങ്ങനെ കയ്യേറ്റം ഒഴിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഭൂമി കിട്ടൂ, 1 ഏക്കർ ഭൂമി കിട്ടൂ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് സംബന്ധിച്ച കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഈ 1 ഏക്കർ ഭൂമിയെ കുറിച്ചുള്ള പെമ്പിളിപുരമ 22-ാം തീയതി അവരുടെ ആവശ്യവുമായി മുന്നോട്ട് വന്നതാണ് എന്ന് പറയുന്ന കാര്യത്തിൽ പെമ്പിളിപുരമയിൽ ഈ പറയുന്ന ഗോമതിയും നിങ്ങൾ കുറച്ചുപേരും ചേർന്നുള്ള ഒരു സംയുക്ത സമിതിയാണോ ഈ 1 ഏക്കർ ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ പ്രഖ്യാപനം നടത്തി മാധ്യമങ്ങളെയൊക്കെ അറിയിച്ച് ഈ രീതിയിൽ പ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത്? എപ്പോഴാണ് നിങ്ങൾ വരുന്നത്? ഈ MM മണിയുടെ കാര്യത്തിൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന ഒരു വാർത്ത പ്രചരിച്ച ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ വരുന്നത്. താങ്കൾ അത് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. മറ്റുള്ള ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും വരുന്നത്, മറ്റ് പാർട്ടികളുടെ നേതാക്കളൊക്കെ പുരുഷന്മാർ മാറി നിന്നുകൊണ്ട് സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. മറ്റേ മുദ്രാവാക്യം ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് വന്നതല്ലാതെ ഇതിനു മുമ്പ് ഒരു ഘട്ടത്തിലും ഈ സമരസമിതിയുടേതായി പുറത്തേക്ക് കണ്ടില്ല. അത് തെറ്റാണ്. ആ മുദ്രാവാക്യം 22-ാം തീയതി സോഷ്യൽ മീഡിയയിലടക്കം പ്രിന്റ് മീഡിയയിൽ ഇവിടെ പൊതുയോഗം നടത്താൻ കഴിയാതിരുന്നുകൊണ്ടാണ്. അതിനുള്ള മുദ്രാവാക്യം അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രീ CR നീലകണ്ഠൻ, ഈ പെമ്പിളിപുരമയാണോ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പ്രചരിപ്പിച്ചത്? അവർക്ക് മൊബൈലിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇത് പ്രചരിപ്പിക്കാനുള്ള ഒരു കെൽപ്പുള്ളവരാണോ അവർ? ഇപ്പോൾ ഈ ടെലിവിഷനിൽ പോലും കാര്യങ്ങൾ നേരെ ചൊവ്വേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, ഞാൻ പറയാം, താങ്കൾ ക്ഷമിക്കൂ 1 മിനിറ്റ്, എനിക്ക് വയ്യാത്തതുകൊണ്ട് പതുക്കെ പറയണം. ഈ പെമ്പിളിപുരമയും മാത്രമല്ല, ഇതിൽ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് സഹായിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. ആ സംഘടനകൾ ചേർന്ന കൂട്ടായ്മയാണ് ഇത് അവതരിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഇത് കേവലം പെമ്പിളിപുരമ എന്നല്ല, പെമ്പിളിപുരമ കൂടി ഉൾപ്പെടുന്ന ഭൂസംരക്ഷണ സമിതി. നമ്മുടെ ഡിമാൻഡ് യഥാർത്ഥത്തിൽ തോട്ടം തൊഴിലാളികളിൽ മാത്രം നിൽക്കുന്നില്ല, ആദിവാസികൾക്കും മറ്റ് ദളിതർക്കുമൊക്കെയുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഭൂമിയുടെ ഈ ഡിമാൻഡ് പുറത്തു വരുന്നത്, ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. പെമ്പിളിപുരമ കൊടുത്തോന്നല്ല, ആര് കൊടുത്താലും അത് വന്നിട്ടുണ്ട്. ആ ഡിമാൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നു, MM മണി രാജിവെച്ച് ഇത്
പോയാലും ഞങ്ങൾ ആ ഡിമാൻഡുമായി തന്നെ മുമ്പോട്ട് പോകും. കാരണം അത് ദീർഘകാല ഡിമാൻഡാണ്. പക്ഷേ ശരി, എം എം മണി രാജിവെച്ചില്ലെങ്കിൽ ഈ ഡിമാൻഡ് പിന്നീട് രാജിവെച്ചതിന് ശേഷമാണ് എന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഒരു സമരം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ഒരേക്കർ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. ദീർഘകാല സമരമാണ്, അത് നന്നായി മുന്നോട്ട് പോകും. ശരി, ഇപ്പോഴുള്ള ഈ ഘട്ടത്തിലെ സമരം എന്ത് കാര്യത്തിനാണ്? ഇപ്പോൾ സമരം നടത്തുന്നത് എം എം മണി രാജിവെക്കണം, അദ്ദേഹം ഇവിടെ വന്ന് മാപ്പ് പറയണം എന്ന പെമ്പിളി ഒരുമയുടെ ആവശ്യത്തിലാണ്. അത് നേടിക്കഴിഞ്ഞാലും ഈ സമരം മുമ്പോട്ട് പോകും. ഞാനതാണ് പറഞ്ഞത്, സമരം അവിടെ അവസാനിക്കുകയല്ല. പെമ്പിളി ഒരുമയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ സമരം ഒരേക്കർ ഭൂമി കിട്ടുന്നത് വരെയാണ്. അതിനിടയിൽ അത് പെമ്പിളി ഒരുമയുടേതായി ഇന്ന് കാണുന്ന ഫ്ലെക്സിൽ അങ്ങ് ഈ പറയുന്ന ഒരേക്കർ ഭൂമിയുടെ ആവശ്യമുണ്ട്. പക്ഷെ അതിൽ നിങ്ങളൊക്കെ കൂടി ഉൾപ്പെടുന്ന ഒരു ഭൂസംരക്ഷണ സമിതിയുടെ അടയാളം ഇല്ല. അത് പെമ്പിളി ഒരുമയുടേതാണ്. എപ്പോഴാണ് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിൽ ഒരു സമരസമിതി ഉണ്ടാക്കിയത്? അതാരും അറിഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു സമരസമിതി ഉണ്ടാക്കിയതല്ല. ആം ആദ്മി പാർട്ടിയും പെമ്പിളി ഒരുമയും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാൻ വളരെ മുമ്പേ തീരുമാനിച്ചതാണ്. തങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ലേ, പെമ്പിളി ഒരുമയുടെ പ്രതിനിധികൾ ഡൽഹിയിൽ പോയി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം കണ്ട് ഇവിടെ വന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടെ ഒന്നിച്ച് പൊതുയോഗം നടത്തി. ഈ 17-ാം തീയതി ഞങ്ങളും പെമ്പിളി ഒരുമയും ചേർന്ന് ഭൂമി ഇദ്ദേഹത്തിന് ശ്രീറാം വെങ്കട്ടരാമന് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയി. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത് ഈ ഒരേക്കർ ഭൂമിയുടെ കാര്യം ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് സംഘടനകൾ. ശരി ശരി, അതിനി നിങ്ങളുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ഡിമാൻഡ് ആണല്ലോ. ഇപ്പോൾ ഉടനെ ആവശ്യമുള്ളത് പെമ്പിളി ഒരുമ പറയുന്നു ഈ എം എം മണി രാജിവെക്കണം എന്ന്. അതുകൊണ്ട് നിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു. എന്ത് കാര്യത്തിനാണ് പെമ്പിളി ഒരുമ അങ്ങനെ പറയുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? എനിക്ക് വളരെ വളരെ വ്യക്തതയുണ്ട്. ആ വ്യക്തത കൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇതിൽ നിൽക്കുന്നത്. വളരെ വളരെ മോശമായി കേരളത്തിലെ പെമ്പിളി ഒരുമയെയും സ്ത്രീകളെയും നമ്മുടെ മന്ത്രി അപമാനിച്ചു എന്ന ബോധ്യം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്, പല ചാനലുകളിൽ ചർച്ച ചെയ്തതാണ്. എന്താണ് അപമാനം? CR നീലകണ്ഠനെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും വരുന്ന വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടാകണം. അങ്ങക്ക് ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരാളായതുകൊണ്ട് അങ്ങ് പങ്കെടുത്ത ഒരു ചർച്ചയിൽ കൂടി ഞാൻ കേട്ടതാണ്. ആ മാധ്യമം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ 18 സെക്കൻഡിന്റെ ഒരു ക്ലിപ്പ് കാണിച്ചതിലുണ്ടായ അപാകതയാണ്, തെറ്റിദ്ധാരണയാണ്, ഈ രീതിയിൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന രീതിയിൽ എം എം മണിയെക്കുറിച്ച് പെമ്പിളി ഒരുമയ്ക്കുണ്ടായ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതാണ്. ആ കാര്യം അങ്ങും കേട്ടതാണല്ലോ. എന്നിട്ടും അങ്ങയെപ്പോലുള്ളവർക്ക് ആ കാര്യത്തിൽ എന്താണ് വ്യക്തത വരാത്തത്? അല്ല, എനിക്ക് വ്യക്തത വരാത്തതല്ല സുഹൃത്തെ, എനിക്ക് നല്ല വ്യക്തത ഈ കാര്യത്തിലുണ്ട്. പെമ്പിളി ഒരുമയെ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവിടെ പരസ്യമായി ഒരു കാര്യം പറയുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഞാനത് വീണ്ടും പറയുന്നില്ല. പെമ്പിളി ഒരുമയെ സമരം നടക്കുന്ന കാലത്ത് അതിലൊറ്റ വാക്ക് സുഹൃത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ കാട്ടിൽ മറ്റേ പണി നടക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അറിയാവുന്നതാണ്. ആ കാര്യത്തിന്റെ ക്ലിപ്പ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ചാനലുകളും എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കാണിച്ച സമയം കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അത് മാധ്യമങ്ങളെ കുറിച്ചും ഉദ്യോഗസ്ഥരെ കുറിച്ചും എം എം മണി പറഞ്ഞു വന്നത് ആദ്യത്തെ മൂന്നാർ ഒഴിപ്പിക്കൽ സമയത്ത് ഇതിങ്ങനെയായിരുന്നു, സുരേഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ. പിന്നീട് ഇതാ പെമ്പിളി ഒരുമ നടന്നപ്പോഴും ഇത്തരത്തിലാണ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പെരുമാറിയത്, കാട്ടിൽ അവർ നടത്തിയ പണിയെക്കുറിച്ച്. ഇതാണ് പറയുന്നത് എം എം മണി എന്നുള്ളത് അങ്ങക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? എനിക്ക് മനസ്സിലാവായില്ല. പെമ്പിളി ഒരുമ സമരത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകരും ഈ പറഞ്ഞ ചില ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇത് ആ അർത്ഥത്തിൽ അപ്പോൾ കാട്ടിൽ നടക്കുന്ന ഞാൻ ഈ പറഞ്ഞ സംഗതി എനിക്ക് ഇനി അത് ആവശ്യം പറയാൻ വയ്യ. ശരി, അത് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളൂ. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ CR നീലകണ്ഠൻ അത്രയെങ്കിലും തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതായത് ഈ പെമ്പിളി ഒരുമയെ സഹായിച്ച ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ. ഞാനെന്താ തുറന്നു പറഞ്ഞേ? അതാണ് ഞാൻ പറയുന്നത്. ഇതാണ് CR നീലകണ്ഠൻ പറഞ്ഞത്. എന്താണ് എം എം മണി അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്, ആക്ഷേപിക്കാൻ ശ്രമിച്ചത് ഈ പെമ്പിളി ഒരുമയെ സഹായിച്ച ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും. ഞാൻ മുഴുവൻ പറഞ്ഞു, താങ്കൾ മുഴുവൻ പറഞ്ഞു തരുന്നില്ല.
മാധ്യമപ്രവർത്തകർ ഇവരൊക്കെയായി എന്നൊക്കെയുള്ള ഒരർത്ഥത്തിൽ അതിൽ പറച്ചിൽ മാത്രമല്ല ശരീരഭാഷയുമുണ്ട്, എല്ലാം അടക്കം. അത് കണ്ടാൽ ഈ പെമ്പിളെ ഒരുമയ ആളുകൾ തന്നെയാണ് മാധ്യമപ്രവർത്തകരൊക്കെ ആയിട്ട് കാട്ടിനിടയിൽ എന്തോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് വളരെ ഒരു കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങേപ്പൊരു ഒരു മാന്യനായ വ്യക്തി ഇത്തരത്തിൽ എം എം മണി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈ പെണ്ണുങ്ങളും ഈ മാധ്യമ പ്രവർത്തകരും ഒന്നും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. അല്ല, അത് പറയണ്ടല്ലോ. പെമ്പിളെ ഒരുമ സമരകാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാവിടെ സ്ത്രീകള്? അതിന് മുമ്പ് സ്ത്രീകളല്ലല്ലോ, സ്ത്രീകളെ കുറിച്ച് പുള്ളി പറഞ്ഞില്ലല്ലോ. ആ സുരേഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. അന്ന് അവിടെ മാധ്യമ പ്രവർത്തകർ ഇവരും കൂടെ എന്താണ് ചെയ്തത്? ഇതേ ആളുകൾ പിന്നീട് എന്താണ് ചെയ്തത്? ഇവിടെ പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞതല്ല. പെമ്പിളെ ഒരുമയുടെ കാലത്ത് മനത്തിനകത്ത് മറ്റേ പണി എന്ന് പറഞ്ഞു, അത് ഞാൻ കേട്ടതാണ്. അത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇതിൽ ഇത്രേ ഉള്ളൂ സുഹൃത്തെ, വളരെ അപമാനകരം. ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലോ കട്ടിങ്ങലോ ഒന്നുമല്ല. അത് ആ സാധനം മുഴുവൻ കണ്ടാൽ എനിക്ക് ബോധ്യമായത് വളരെ കൃത്യമാണ്. ശരി, ശ്രീ ആർ നീലകണ്ഠൻ അത് ബോധ്യമാവുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും മറിച്ചൊരു ചിന്ത ഉണ്ടാകുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ആർ നീലകണ്ഠൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിങ്ങളുടെ പാർട്ടിയും UDF-ഉം മൂന്നാറിൽ ഈ സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പോൾ ഇന്ന് കേൾക്കുന്ന വാർത്ത കണ്ടല്ലോ, അവർ നേരത്തെ തന്നെ ഈ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി മറ്റു ചില സ്ഥലങ്ങളിൽ മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള സമരങ്ങൾ പോലെ ഒരു മൂന്നാർ ഭൂസമരം നടത്തി തുടങ്ങുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നടന്ന സമരത്തിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്ന ഈ പരിപാടിക്കാണ് നിങ്ങളുടെ ഐക്യദാർഢ്യം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ സമരത്തിനാണോ, ഈ ആദിവാസികൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള സമരത്തിനാണോ, ഈ തൊഴിലാളികൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള സമരത്തിനാണോ നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്? അതോ എം എം മണി സ്ത്രീകളെ അധിക്ഷേപിച്ച് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞിട്ടാണോ? ഇപ്പോൾ ഈ ചർച്ചയിൽ എന്നെ വിളിച്ചത് മൂന്നാർ പ്രശ്നം ചർച്ച ചെയ്യാനാണ്, അല്ലാതെ എം എം മണിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്നെ വിളിച്ചത്. എം എം മണിയെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് അദ്ദേഹം ഒരു പരുവായിട്ടുണ്ട്. കേരളത്തിലെ പൊതുജന സമൂഹത്തെ ഇനി ആരും എം എം മണിയെക്കുറിച്ചൊന്നും പഠിപ്പിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അയാൾ ആരാണെന്നും അയാളുടെ പ്രവൃത്തി എന്താണെന്നും അയാളുടെ വരമൊഴിയും വാമൊഴിയും എന്താണെന്നും സമയത്തിന്റെ പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് ശ്രീ എം എം മണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിൽ ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ ആദ്യം കൊടുത്ത വാർത്ത ശരിയല്ല എന്ന് മാധ്യമങ്ങൾ തന്നെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം സമൂഹ മാധ്യമങ്ങൾ അതുപോലെ പറയുന്നു. ഈ പറയുന്ന മൂന്നാറിൽ നടക്കുന്ന സമരത്തിന്റെ മുദ്രാവാക്യം നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല, ഇപ്പോൾ പുതിയ മുദ്രാവാക്യമാണ്, അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് CR ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഘട്ടം നിങ്ങൾ എവിടെയാണെന്നാണ് ചോദ്യം. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇവിടെ മൂന്നാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ്. മണിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ മണി പരസ്യമായി മൈക്കിൽ കൂടെ പറഞ്ഞില്ലേ 1 2 3 4 1 2 3 4 ഞങ്ങൾ 4 കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എന്നെ വിളിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കാനാണെങ്കിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുക, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടിക്കാണെങ്കിൽ അത് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ ഐ ആം ഹാൻഡിങ് ഓവർ ദിസ് ക്വസ്റ്റ്യൻ ടു ഗോവിന്ദ മാസ്റ്റർ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് സൗകര്യമുള്ള ഉത്തരം, അതിനൊന്നും എന്നെ കിട്ടില്ല. ഗോവിന്ദ മാസ്റ്ററോട് ചോദിക്കുക. ശ്രീ ഉണ്ണിത്താൻ, ഞാൻ ഈ ചർച്ചയ്ക്കില്ല, ഞാൻ കുറെ നേരം ഇവിടെ വെറുതെ ഇരിക്കുക. നിങ്ങൾ എം എം മണിയെ വെള്ളപൂശാനാണ് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ അതിനില്ല. മനസ്സിലായി? തന്തയ്ക്ക് പറക്കാത്തവരെന്ന് മൈക്കിലൂടെ പറഞ്ഞു, നിങ്ങൾ കേട്ടോ? എം എം മണി ചെറ്റ എന്നൊരു IAS ഉദ്യോഗസ്ഥനെ വിളിച്ചു, നിങ്ങൾ കേട്ടോ? എം എം മണി എംബോക്കി എന്നൊരു IAS ഓഫീസറെ വിളിച്ചു, നിങ്ങൾ കേട്ടോ? പിന്നെ അയാൾ എന്തും പറയും. പിന്നെ അയാളെ കുറിച്ച് ചർച്ച ചെയ്യാൻ why should we unnecessarily? ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ ആ കാര്യം ഞാൻ എതിർക്കുന്നില്ല. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ ഈ കാര്യത്തിൽ പല കാര്യങ്ങളും എം എം മണി ഉദ്യോഗസ്ഥരെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചും പറഞ്ഞു എന്നാണ് ഇപ്പോഴും നമ്മുടെ ചർച്ച. പക്ഷേ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട്, പെമ്പിളെ ഒരുമയെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി കാട്ടിൽ മറ്റേ പണിയാണെന്ന് പറഞ്ഞത് ഉണ്ണിത്താൻ കേട്ടോ? ഞാൻ കേട്ടു. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. മാധ്യമ പ്രവർത്തകന്മാർ പെമ്പിളെ ഒരുമയെ സമയം നടക്കുമ്പം അവിടെയും ഓമാർക്ക് അതായിരുന്നു പണി. അവിടെ ആരാ പെമ്പിളെ ഒരുമയെ സമരം നടക്കുമ്പോ വേറെ പെണ്ണുങ്ങൾ ആരാ അവിടെ വേറെ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. സമയം നടക്കുമ്പോ അവന്മാർക്ക് മറ്റേ പരിപാടിയായിരുന്നു കാട്ടിൽ. അതെ, കാട്ടിൽ എവിടെയാ പെമ്പിള ഒരുമയെ സമരം നടക്കുന്ന കാട്ടിൽ
പെമ്പിളെ ഒരുമ സമരം കാട്ടിലാണോ നടക്കുന്നത്? മറ്റേ പെമ്പിളെ ഒരുമ സമരം കാട്ടിലാണോ? നിങ്ങൾ ഈ പറയുന്നത് പ്രകൃതി വിരുദ്ധ നടപടി ഇയാൾ ചെയ്യുന്ന ആളാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പെമ്പിളെ സമരം നടക്കുമ്പോൾ, പെമ്പിളെ ഒരുമ സമരം നടക്കുമ്പോൾ കാട്ടിൽ ഈ മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഇതാണ് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയാണ് ഈ പെണ്ണുങ്ങൾ ഉള്ളത്? അത് എവിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ടത്? അല്ല, പെണ്ണുങ്ങളില്ലെങ്കിൽ പിന്നെ മാധ്യമപ്രവർത്തകർക്ക് പ്രകൃതി വിരുദ്ധ പണിയുണ്ട്. ആ പണിയാണ് അവർ ചെയ്തത്. മറ്റേ പണി എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്നാ. ഒന്നിൽ ആണും തമ്മിൽ ചെയ്യുന്ന പണി, അല്ലെ ആണും പെണ്ണും തമ്മിൽ ചെയ്യുന്ന. ഏതാണ് മണി ഉദ്ദേശിച്ചെന്ന് പറയട്ടെ. ശരി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെണ്ണുങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത്? അവിടെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. പെമ്പിള ഒരുമയെ സമരം നടക്കുന്നിടത്ത് പെണ്ണുങ്ങളാ ഉള്ളത്. അവിടെ മറ്റേ പരിപാടി എന്ന് പറഞ്ഞാൽ സമര കാലഘട്ടത്തിൽ ഞാൻ ഈ ചർച്ചയിൽ എം മണിയെ പോലെ ആഭാസനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാനില്ല. ശ്രീ ഉണ്ണിത്താൻ, ഇതിൽ ഈ ചർച്ചയിൽ അങ്ങനെ ഒരാളെ കുറിച്ചും പറയാൻ പാടില്ല. ശ്രീ ഉണ്ണിത്താൻ, അങ്ങനെയാണെങ്കിൽ എല്ലാവരെ കുറിച്ചും പറയാനുണ്ടാകും. ഉപയോഗിക്കുന്ന ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യാൻ. ശ്രീ ഉണ്ണിത്താൻ, അങ്ങനെയുള്ള പരാമർശങ്ങൾ ഒരു ചർച്ചയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ വക്താവായ താങ്കൾ ആ രീതിയിൽ പറയാൻ പാടില്ല. കേരളത്തിലെ മന്ത്രി ഒരു IAS ഓഫീസറെ എംബോക്കി എന്ന് വിളിച്ചു. അതിൽ നിങ്ങൾക്ക് ഒരു വസ്തുവില്ല. കേരളത്തിലെ ഒരു മന്ത്രി ഒരു ഉദ്യോഗസ്ഥരെ പറഞ്ഞത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ ശ്രീ ഉണ്ണിത്താൻ? കേരളത്തിലെ ഒരു മന്ത്രി, ഇല്ല ഒരു മിനിറ്റ് ശ്രീ ഉണ്ണിത്താൻ, കേരളത്തിലെ ഒരു മന്ത്രി ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയുന്ന ആളാണോ ശ്രീ ഉണ്ണിത്താൻ? ഞാൻ ആഭാസൻ എന്നാ പറഞ്ഞേ. ആഭാസത്തരം പറയുന്നവൻ ആഭാസനാണ്. അതേ ഞാൻ പറഞ്ഞു. ശരി, ആ ആഭാസത്തരം എന്താണെന്ന് അറിഞ്ഞാണ് ശിക്ഷ കൊടുക്കേണ്ടത്. ആ കാര്യത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. ആദ്യത്തെ 18 സെക്കൻഡ് വീഡിയോയിൽ കാണുന്നത് ഈ പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. മറ്റേ ഭാഗം വേണമെങ്കിൽ ഉണ്ണിത്താൻ ഞങ്ങൾ കാണിച്ചു തരാം, അതിവിടെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, 17 മിനിറ്റ് അയാളുടെ മുഴുവൻ പ്രസംഗവും ഞങ്ങളെ കാണിച്ചിട്ട് ചർച്ച ഞങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുക്കാം. 17 മിനിറ്റ് കാണിക്കാൻ തയ്യാറായപ്പോൾ നിങ്ങളുടെ നേതാക്കൾ PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്കത് കേൾക്കാൻ സൗകര്യമില്ല. എനിക്ക് സൗകര്യമുണ്ട്. രാജ്മോഹൻ തീർച്ചയായിട്ടും കൈരളി അത് പലതവണ കാണിച്ചതാണ്. എന്തായാലും ചർച്ച കണ്ടിട്ട് ഞാൻ മറുപടി പറയാം. തീർച്ചയായിട്ടും ഒരു സൗകര്യപ്രദമായ ഉണ്ണിത്താനും കൂടി സൗകര്യപ്രദമായ സമയത്ത് ആ 17 മിനിറ്റ് ചർച്ച കൈരളി അത് സംപ്രേഷണം ചെയ്യും. ഉണ്ണിത്താനെ വിളിച്ച് കേൾപ്പിക്കും. അത് കേട്ടതിന് ശേഷം ഉണ്ണിത്താൻ അത് മറുപടി പറയേണ്ടതാണ്. എന്തായാലും ആ ഭാഗത്ത് ഈ 2 മിനിറ്റ് ഭാഗത്തുള്ള കാര്യം എന്താണെന്ന് പ്രേക്ഷകരെ ഒന്നുകൂടി കാണിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ തയ്യാറാകുന്നത്. അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററിലേക്ക്, ശ്രീ ഗോപാലകൃഷ്ണനിലേക്കും വരാം. ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെ കർക്കടയുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളൂരി കയ്യിൽ കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വീണ്ടും നടന്നു. അന്ന് കുടിയും സകല ഒത്തുകളും തോന്നിട്ടുണ്ടോ അവിടെ? മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഒരു DVC ഉണ്ടായിരുന്നു അന്ന്. എന്നാ കഴിയൂ. എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ പൊതുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ശ്രീ ഉണ്ണിത്താൻ, ഇതാണ് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചാനലുകളുടെ കൂടെയാണ് പൊറുതി. അവർ ഈ കാട്ടിനകത്ത് ഈ പണിയാണ് ഈ കാലഘട്ടത്തിലും പെമ്പിളെ ഒരുമ സമരം നടന്ന കാലഘട്ടത്തിലും കാണിച്ചത്. സുരേഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ ഈ മറ്റേ പണി എന്നുള്ളത് പറഞ്ഞപ്പോ അവിടെ പെണ്ണുങ്ങളെ കുറിച്ച് അങ്ങ് കണ്ടില്ലല്ലോ. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളെ കണ്ടത്? ലാലേ, നിങ്ങളോട് ഞാൻ വളരെ മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞു. 17 മിനിറ്റ് MM മണിയുടെ പ്രസംഗം കാണിച്ചാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരണ്ട. ഞാൻ ഇവിടെ വളരെ കഷ്ടപ്പെട്ട ഈ ചാനൽ ചർച്ച വന്നത്. അല്ല നിങ്ങളുടെ പിന്നെ കോടതി മുറി എന്നോട് ആ പണിയൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കോൺഗ്രസ് പാർട്ടിയുടെ UDFന്റെ നിലപാട് എന്താണെന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു നിലപാട് രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല. ഞങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടി പെമ്പിളെ ഒരുമയും ഈ CR നീലകണ്ഠനും ഇപ്പോൾ പറയുന്നത് അവരുടെ സമരം ഒരേക്കർ ഭൂമിക്ക് വേണ്ടിയുള്ളതാണ്. അതിനു മുമ്പുള്ള ഒരു പ്രശ്നമാണ് ഇത് തീർക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ 2 കാര്യത്തിലും നിങ്ങൾ അവരോടൊപ്പം നിന്ന് സമരം ചെയ്യുകയാണോ? ആം ആദ്മി പാർട്ടിയുടെയും മറ്റ് പല സംഘടനകളും അവിടെയുണ്ട്. അവരോടൊപ്പം സമരത്തിലാണോ UDFും കോൺഗ്രസും? അത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് പറയേണ്ടടുത്ത് പറഞ്ഞോളും. അത് കൈരളിക്കാരനെ അറിയിക്കാനുള്ള കാര്യമല്ല. നീലകണ്ഠനുള്ള ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളോട് പറയാൻ. ഞാൻ ഇവിടെ നീലകണ്ഠൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അത് പറയും. മാത്രമല്ല ഗോമതി പറയും. ഗോമതിയും നീലകണ്ഠനും പറയുന്നതിന് എസ് വയ്ക്കാൻ ഞാൻ അവരുടെ മൂളിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട്
കോൺഗ്രസ് പാർട്ടിക്ക് നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് അവർക്ക് എസ് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് നിങ്ങൾ പോയി എസ് വെക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ അവർ കാര്യങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ഇവിടെ പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവരെ പോലും അധിക്ഷേപിക്കുന്നതാണ്. കോൺഗ്രസിന്റെ നയം അതല്ല. അതിപ്പോ നാളെ തൊട്ട് ഇനി ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ മൂന്നാറിൽ പോകുമ്പോൾ ലാലിനെ വിളിച്ച് നിങ്ങളുടെ അനുവാദം വാങ്ങിച്ചോണ്ട് പോവാം. അല്ലാതെ ലാലിന്റെ അനുവാദം ഇല്ലേ ഇനി മേല പോകത്തില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ എന്ത് നിലപാടാണെന്നാണ് ചോദിച്ചത്. ഞാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചത്, ശ്രീ ഉണ്ണിത്താൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നാണ്. അത് അങ്ങേക്ക് അറിയാമെങ്കിൽ പറയൂ. ഉമ്മൻചാണ്ടി എടുത്തിരിക്കുന്ന നിലപാട് എന്താന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക, ഹസൻ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേരോട് ചോദിക്കുക. അവർ രണ്ടുപേരും മറുപടി പറയും. കോൺഗ്രസിന്റെ വക്താവിന് ഉത്തരം പറയാനില്ല ഇതിൽ. ഈ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ വന്നത് മൂന്നാർ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇതാണ് മൂന്നാർ വിഷയം. ഇപ്പോൾ മൂന്നാറിൽ അവിടെ നടക്കുന്ന സമരം വിഷയമല്ല. എം എം മണി പെൺപിള ഒരുമയെ ആക്ഷേപിച്ച ഒരു വിഷയം. മൂന്നാറിൽ ഇപ്പോൾ നടക്കുന്ന സമരം എന്തിനു വേണ്ടിയാണ് പറയാം. ഇപ്പൊ അവിടെ നടക്കുന്ന സമരം എന്താ? അവിടെ നടക്കുന്ന സമരം അവിടെ സർക്കാരിന്റെ ഭൂമി കയ്യേറിയത് തിരിച്ചു പിടിക്കുന്നു. ആ തിരിച്ചു പിടിക്കുന്ന ഭൂമി മാർക്സിസ്റ്റുകാരും ഭരിക്കുന്നവരും കൂടെ ചേർന്ന് തടയുന്നു. അതിനെതിരെയാണ് ഇപ്പോ അവിടെ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ CR നീലകണ്ഠൻ പറഞ്ഞ കാര്യങ്ങൾ അതിനാരാണ് സമരം ചെയ്യുന്നത്? ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യമൊന്നും CR നീലകണ്ഠൻ പറഞ്ഞില്ല. അവർ പറഞ്ഞത് പെമ്പിള ഒരുമയുടെ ഒരു വാദം ഈ എം എം മണിയുടെ കാര്യത്തിലുള്ളത് ഒന്ന്. രണ്ടാമത്തത് ഈ ഒരേ ഏക്കർ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. ഇത് രണ്ടുമാണ് അവർ പറഞ്ഞത്. ഈ മൂന്നാമതൊരു കാര്യമാണ് ശ്രീ ഉണ്ണിത്താൻ ഇപ്പോൾ പറയുന്നത്. അതിനുവേണ്ടി അവിടെ ആരാണ് സമരം ചെയ്യുന്നത്? ഞങ്ങള് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ റവന്യൂ മന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് പരസ്യമായി പിന്തുണ കൊടുക്കുന്നു. ഞങ്ങൾ ജില്ലാ കളക്ടർ എടുത്ത തീരുമാനത്തിന് പരസ്യമായി പിന്തുണ കൊടുക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സബ് കളക്ടറുടെ തീരുമാനത്തിന് പിന്തുണ കൊടുക്കുന്നു. അവരെ തടയുന്നവരാരാണോ അവർക്കെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 1/1/1977 അവിടെ ഒരു മാഗ്ന കാർട്ട ഉണ്ട്. ആ കാർട്ട ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ CPM ഈ കാര്യത്തിൽ എന്ത് വിലയിരുത്തലിലേക്കാണ് പോയിരിക്കുന്നത്? ഇതാ ഇന്ന് മൂന്നാറിൽ സമരത്തിന്റെ ഒരു ഭാഗത്ത് നിരാഹാരം ഇരിക്കുന്ന ശ്രീ CR നീലകണ്ഠൻ പറയുന്നത് ഭൂസംരക്ഷണ സമിതി എന്നൊരു സമിതിയുണ്ട്, അതിൻ്റെ ഭാഗമായി അവിടെ ഒരേക്കർ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് ചർച്ചയുമായി പോകുന്ന ഘട്ടമായിരുന്നു. അപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ. അതാണ് മുദ്രാവാക്യം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണോ? ഇല്ല, അവിടെ ആരംഭിച്ച സമരത്തിൻ്റെ ആദ്യത്തെ കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും വാർത്താമാധ്യമങ്ങളിലും കൃത്യമായിട്ടൊരു കാര്യം മുഴുവൻ ആൾക്കും മനസ്സിലായതാണ്. അവരൊന്ന് ഒരു സീനുണ്ടാക്കി റോഡിൻ്റെ മേലെ കടന്ന് എന്നിട്ട് മാധ്യമങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് ചാനലുകൾ മുഴുവൻ അവരുടെ വായിൽ നിന്ന് വരുന്നത് ഓരോന്നും ഒപ്പിയെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്, അന്ന് എം എം മണിയെ വളരെ മോശമായ ഭാഷയിലാണ് അവരന്ന് ഉപയോഗിച്ചത്. ഇവിടെ വന്ന് എൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞാലല്ലാതെ, രാജിവെച്ചാലല്ലാതെ ഞാൻ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ ഉൾപ്പെടെ എല്ലാവരും ഒരേപോലെ, അത്രയേ ഉള്ളവർ പറഞ്ഞത്. പിന്നീട് അതറിഞ്ഞു വന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ത്രീ നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്ന്, ശ്രീ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്ന് ആദ്യത്തെ സമരത്തിൻ്റെ ഭാവവും രൂപവും മാറ്റി പിന്നീട് അവർ നിരാഹാര സമരത്തിലേക്ക് പോയത്. നിരാഹാര സമരം നടക്കുമ്പോഴും ആദ്യത്തെ സമര ദിവസങ്ങളിലും ഈ ആദ്യം ഇരുന്ന് വലിയ രീതിയിലുള്ള ഒരു ഷോ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്ത് ഒരാളും പുതുതായി സമരരംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്തുണക്കാൻ പോയവർ ചിലരുണ്ടായിരുന്നു. നീലകണ്ഠനൊപ്പം തൊപ്പിക്കിട്ടിട്ടുള്ള കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ചില വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ചിലരുണ്ടായിരുന്നു. അതിനപ്പുറത്ത് സമരത്തിൻ്റെ ഭാഗമായിട്ട് ജനകീയമായ മുമ്പ് ഉള്ളതുപോലെ, പെൺപിള്ളൈ ഒരുമൈ സമരത്തിൻ്റെ ഘട്ടത്തിലുള്ളതുപോലെയുള്ള ഒരു ജനകീയ മുന്നേറ്റവും ഒരു സ്ത്രീ മുന്നേറ്റവും ഉണ്ടാക്കാൻ ആവാത്ത സാഹചര്യത്തിൽ പിന്നെ ഉണ്ടായ പരാമർശങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ പരാമർശം തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച ചാനലുകൾക്ക് തന്നെ പിന്നീട് കൃത്യതയോടെ പറയേണ്ടി വന്ന സാഹചര്യം കൂടി വന്നപ്പോൾ, അതുകൂടി ജനങ്ങൾ കണ്ടപ്പോൾ പിന്നെ മുമ്പ് പറഞ്ഞു നിന്നതുപോലെ നിന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ വന്നു.
ഒരു മിനിറ്റ്, ഞാൻ ശ്രീ CR നീലകണ്ഠനിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അല്പം പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഞാൻ CR നീലകണ്ഠനിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ഈ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സമരത്തിന്റെ മുദ്രാവാക്യം അല്ല ഇപ്പോൾ കേൾക്കുന്നത്. ഒന്ന് ഇപ്പോൾ വരുന്ന ബ്രേക്കിംഗ് അനുസരിച്ച്, അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗോമതി തന്നെ ഭൂസമരമാണെന്ന് അറിയിക്കുന്ന ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നത് മാറ്റി എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. അത് ഭൂസമരമല്ല, അതായത് ഈ സ്ത്രീകളെ അപമാനിച്ചതിന് മണി രാജിവെക്കണം, മണി മാപ്പ് പറയണം എന്ന കാര്യത്തിലുള്ള സമരമാണ് എന്ന് ഗോമതി അറിയിക്കുന്നതായിട്ട് ഈ ഭൂസമരമാണെന്ന് അറിയിക്കുന്ന ബോർഡ് മാറ്റി എന്നാണ് വരുന്ന വാർത്ത. എന്താണ് അങ്ങേക്കുള്ള അറിവ്? സുഹൃത്തെ, ഞാനിത് ആദ്യം നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഭൂസമരം നടത്താനല്ല നമ്മൾ തുടങ്ങിയത്. 24-ാം തീയതി സ്പോണ്ടേനിയസ് ആയി തുടങ്ങിയത് ഭൂസമരമല്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഉണ്ണിത്താനോട്, ഭൂസമരത്തിൽ വിയോജിക്കുന്നവർക്കും മണിയുടെ സാംസ്കാരിക അധപ്പതനത്തിനെതിരായ സമരത്തിൽ പങ്കുചേരാം. ഭൂസമരത്തിൽ യോജിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനോ BJPയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയോ ഭൂസമരത്തോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ സാംസ്കാരികമായ അധപ്പതനം, അത് താങ്കൾക്ക് വേണ്ടി തർക്കിക്കാം, അതിന് എതിരായി മണി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് 24-ാം തീയതി സമരം തുടങ്ങുന്നത്. സമരത്തിലാണ് മറ്റു പലരും വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ആ സമരത്തിൽ CR നീലകണ്ഠൻ, പക്ഷെ ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നിരാഹാരം കിടക്കുമ്പോൾ അപ്പുറത്ത് ഗോമതി ഈ ചർച്ച വരുമ്പോൾ ഈ ബോർഡ് എടുത്ത് മാറ്റിയതിനെ CR നീലകണ്ഠൻ ഇപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റായ സന്ദേശമല്ലേ നൽകുക? അല്ല സുഹൃത്തെ, ബോർഡ് എടുത്ത് മാറ്റുന്നു എന്നല്ല, ബോർഡ് ആളുകളുടെ തിരക്കിനിടയ്ക്ക് വീണതാണ്. നിങ്ങൾ ഇപ്പോഴും കാര്യം മനസ്സിലാക്കുക, ഒരേക്കർ ഭൂമി എന്നത് ദീർഘകാലമായ ആവശ്യമാണ്. ഇപ്പോൾ 24-ാം തീയതി സമരം വരുന്നത് ഒരേക്കർ ഭൂമിക്ക് വേണ്ടി അല്ല. നിങ്ങൾ അക്കാര്യം മനസ്സിലാക്കുക. 24-ാം തീയതി സമരം ഇരുന്നത് മണി രാജിവെക്കാനാണ്. പക്ഷേ ഈ സമരത്തിൻ്റെ ദീർഘകാല പരിപ്രേക്ഷ്യം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ സഹായിക്കാൻ വരുന്ന സംഘടനകൾ, അവർക്ക് ഒരേക്കർ ഭൂമിയിൽ അഭിപ്രായം ഉണ്ടോ ഇല്ലയോ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ അവരുമായിട്ട് അവർ പിന്തുണ പ്രഖ്യാപിക്കട്ടെ. ഇനി ഒരേക്കറിൻ്റെ സമരം പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ണിത്താൻ്റെ താല്പര്യം ഉണ്ണിത്താൻ വരാം, വേറെ ആർക്കെങ്കിലും താല്പര്യം ആ താല്പര്യമുള്ളവർക്ക് വരാം. പക്ഷേ ഉണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഉദ്യോഗസ്ഥരെ തെറിവിളിച്ച മണിയുടെ കാര്യമാണ്. അതുപോലെ അവിടെയുള്ള മാഗ്ന കാർത്ത ഭൂനിയമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഉണ്ണിത്താൻ ഇപ്പോൾ താല്പര്യം. അല്ല, നിങ്ങൾ പറയുന്ന ഈ 24-ാം തീയതി പെട്ടെന്ന് വന്ന ആ കാര്യത്തെക്കുറിച്ചല്ല ഉണ്ണിത്താൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉണ്ണിത്താന്റെ പാർട്ടിയല്ല, ഉണ്ണിത്താന്റെ പാർട്ടിയല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ 24-ാം തീയതി സമരം തുടങ്ങുന്നത് മണിയുടെ വളരെ എന്താ പറയുക, വളരെ അപകടകരമായ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് ശരി, ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ അങ്ങ് ഇപ്പോൾ വിടാം. അതായത് ഈ മാധ്യമങ്ങൾ പലതും ഈ കാര്യത്തിൽ ഞങ്ങൾ തുടക്കത്തിൽ തെറ്റിദ്ധാരണ പരത്തിയ രീതിയിൽ 18 സെക്കൻഡ് ഉള്ളത് കാണിച്ചതാണ് സ്ത്രീ വിരുദ്ധത ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, മാധ്യമങ്ങൾക്ക് അവർക്ക് അവരുടേതായ നിലപാടെടുക്കാം, വിശദീകരണം എന്താം, കണ്ടെത്താം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മാധ്യമങ്ങൾ വ്യത്യസ്ത രീതിയിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മണിക്ക് വേണ്ടി മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നതാണെന്നാണോ അങ്ങയുടെ അഭിപ്രായം? മണിക്ക് വേണ്ടിയാവാം, അവരുടെ പെർസെപ്ഷൻ ആവാം. ഞാൻ ഇപ്പോൾ ചില പത്രങ്ങളൊക്കെ ഇപ്പോൾ എനിക്കെതിരെ വളരെ രൂക്ഷമായി എഴുതി. അത്തരം ഭാഷ സംസാരിക്കുന്ന എൻ്റെ രീതിയല്ല. അവനവന് ഇഷ്ടമുള്ള നിലപാടെടുത്ത് സ്വീകരിക്കും. അങ്ങനെ തോന്നിയ ഒരു നിലപാടുകൾ മാത്രമാണ് സമരം മുന്നോട്ട് പോകുന്നത്. എനിക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും ഈ ചർച്ചയിലുണ്ട്. നേരത്തെ ശ്രീ ഗോവിന്ദൻ മാഷയെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തിയതുമാണ്. തിരിച്ചെല്ലാവരിലേക്കും വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാൻ താമസിച്ചതിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഇന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ മൂന്നാറിൽ പോയി ഈ സമരസമിതിയെ കണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അവിടെ എന്ത് കാര്യത്തിനാണ് ഈ ഐക്യദാർഢ്യം ഉണ്ടായത്? ഒരേക്കർ ഭൂമി കൊടുക്കുന്ന സമരത്തിന് വേണ്ടിയിട്ടാണോ, അതോ ഈ മണിയെക്കുറിച്ച് ആദ്യം മാധ്യമങ്ങൾ പറഞ്ഞ് പിന്നീട് അവർ തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ച രീതിയിലല്ല എന്നുള്ളത് തിരുത്തിയ കാര്യത്തെക്കുറിച്ച് പഴയത് തന്നെയാണ് ശരിയെന്ന് ആവർത്തിച്ച് പറയാനും അവർക്ക് പിന്തുണ കൊടുക്കാനുമാണോ കുമ്മനം രാജശേഖരൻ പോയത്? ലാലെ, നിങ്ങൾ ക്ഷമ പറഞ്ഞത് സമ്മതിക്കാം. പക്ഷേ 8:35
ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് നിങ്ങൾ എം എം മണിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 22 മിനിറ്റ് നേരം വാക്കുതർക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മാന്യതയല്ല. നിങ്ങൾ ക്ഷമ പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് പറഞ്ഞെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞാൻ സമയം തന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ എം എം മണിയെ വെള്ളപൂശാൻ വേണ്ടിയല്ല. എം എം മണിയെ കുറിച്ച് തെറ്റായ വാർത്തകൾ വരികയും അത് തിരുത്തിയപ്പോൾ പോലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അന്വേഷിക്കുകയാണ് കാര്യങ്ങൾ. അല്ല ലാലെ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ, പിന്നെ ഞാനും കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. നിങ്ങളോട് എനിക്ക് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ചെയ്തത് ശരിയായില്ല, മോശമായി. രണ്ടാമത്തെ കാര്യം, വാസ്തവത്തിൽ ലാലിൻ്റെ മാന്യതയ്ക്ക് മോശമാണ് ഈ മണിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന വെപ്രാളം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ പാർട്ടികളോട് ആദ്യം സംസാരിക്കുക. ചോദ്യം അങ്ങ് ഇപ്പോൾ ഇന്നിപ്പം മൂന്നാറിൽ മണിയെ കുറിച്ച് വരുന്ന ചർച്ച ഇങ്ങനെ ആയതുകൊണ്ട്, മാധ്യമങ്ങൾ തിരുത്തിയത് കൊണ്ട് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് അന്വേഷിക്കുകയാണ്. മാധ്യമങ്ങൾ അന്ന് ആദ്യം പറഞ്ഞതിലാണോ തിരുത്തിയതിലാണോ അതോ ഇന്ന് സമരസമിതി പറയുന്ന പുതിയ സമരസമിതിയിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്, അതിൽ പുതുതായി കേൾക്കുന്ന മുദ്രാവാക്യത്തിലാണോ, ഏതിലാണ് ബി.ജെ.പിയുടെ താല്പര്യം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് സഹിഷ്ണുത വേണമെന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേട്ടാൽ ഇടയിലിടയിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന പിന്നെ നിങ്ങൾ ചോദിച്ചാൽ മതിയെന്ന്. ഞങ്ങൾ വെറുതെ ഇരിക്കാം, വെറുതെ എന്തൊക്കെ കുറേ നേരമല്ല നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാദ്യം സംസാരിക്കാതിരിക്കും. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വൺ മാൻ ഷോ ആ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഷ വളരെ അതന്നെ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. എൻ്റെ ഭാഷ വളരെ കൃത്യമാണ്. എം എം മണിയെ കുറിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങളെക്കുറിച്ച് എനിക്ക് സഹതാപം മാത്രമാണ് തോന്നുന്നത്. കേരളത്തിലെ ഒരു ജനങ്ങൾക്കും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇടതുപക്ഷത്തിൻ്റെ CPIക്ക് അഭിപ്രായ വ്യത്യാസമില്ല, CPM-നുള്ളിലെ സ്ത്രീകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, കോടിയേരി ബാലകൃഷ്ണനും ചന്ദ്രൻപിള്ളയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ല, പീപ്പിൾ ടിവിയിലെ ലാലിന് മാത്രം എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഗവേഷണം നടത്തിയതാണ്. കോടിയേരി ബാലകൃഷ്ണനും CPM-നും ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്നല്ല ഞാൻ നോക്കിയത്. എനിക്ക് നിങ്ങളെടുത്ത നിലപാടും ഈ കാര്യത്തിൽ ഈ മാധ്യമങ്ങൾ പുറത്തേക്ക് കാണിച്ച വീഡിയോയും പിന്നീട് തിരുത്തിയതും ഞാൻ കണ്ടു. ആ കാര്യത്തിൽ നിങ്ങളത് കണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങൾ ആദ്യത്തേതിനോടാണോ യോജിക്കുന്നത്, പൂർണ്ണമായ വീഡിയോയോടാണോ യോജിക്കുന്നത്? പിന്നെ ഇന്ന് കുമ്മനം പോയി ഏത് സമരത്തിനാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്? ഇതാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും വീണ്ടും കയറി സംസാരിച്ചാലോ? നിങ്ങൾ തന്നെ കാണിച്ചല്ലോ, മിസ്റ്റർ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കാണിച്ചല്ലോ ഒരു ബോർഡ്, 1.5 മിനിറ്റിന്റെ. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ഇങ്ങനെയൊക്കെ പെമ്പിള സമരം നടന്ന കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്? കാട്ടിൽ പണി നടന്നിട്ടുണ്ട്. സാധാരണ ഭാഷയിൽ പണി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ച് സംസ്കാരമുണ്ട്. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് നടന്നത് എന്ന് കൂടി പറയൂ. ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് നടന്നത് എന്നാണ് ഇവിടെ എഴുതി കാണിച്ച ബോർഡിൽ അങ്ങ് വായിച്ചത്. എന്നാ പിന്നെ അല്ല നിങ്ങളെ എഴുതി കാണിച്ച ബോർഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പെമ്പിള ഒരുമയുടെ സമരം നടന്നപ്പോഴും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ കാട്ടിൽ ആദ്യത്തെ സമരം നടന്നപ്പോഴും രണ്ടാമത്തെ സമരം നടന്നപ്പോഴും രണ്ടാമത്തെ സമരത്തിന്റെ പേരാണ് പെമ്പിള ഒരുമ സമരം. ആ സമരം നടന്നപ്പോഴും കാട്ടിൽ മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും ആ മറ്റേ പണി തന്നെയായിരുന്നു, നേരത്തെ നടന്ന പണി തന്നെയായിരുന്നു. ഇതാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ, ഭാഷയുടെ കാര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് കുറച്ചുകൂടി സംയമനം പാലിക്കണം, എം എം മണി ആ ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന്. പക്ഷേ ആ കാര്യത്തിൽ സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല. ആ കാര്യത്തിൽ പെമ്പിളെ ഒരുമയെ ആരോ ഇളക്കി വിട്ടതുപോലെയുണ്ട്. നിങ്ങൾ ഗവേഷണം നടത്തി അവസാനം എം എം മണി എന്ന് പറഞ്ഞ ഒരാൾ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കായിരിക്കും നിങ്ങളുടെ ഗവേഷണം പോവുക. എം എം മണി എന്ന് പറഞ്ഞ ആൾ ഇതൊരു പുതിയ ആളൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറയും. നിങ്ങളുടെ ഗവേഷണം അതാ. പിന്നെ നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെയും കാനത്തിന്റെയും സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടേ ഇല്ല ഗവേഷണം നടത്താൻ പോയ ആള്. പിന്നെ എന്തോന്ന് കോടിയേരി ബാലകൃഷ്ണൻ കാനവും പറയുന്നത് അനുസരിച്ചാണ് ബി.ജെ.പി. ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവാണ്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ബി.ജെ.പിയുടെ നിലപാട് എന്താണെന്നുള്ളത് അങ്ങ് ഈ ചർച്ച തീരുമ്പോഴും പതിവ് പോലെ പറയാൻ സാധ്യതയില്ല. ഞാൻ ചോദ്യം ഉത്തരം പറയണല്ലോ. കുമ്മനന്റെ ആശയം പോയത് എന്തിനാ നിങ്ങൾക്ക് അറിയണ്ടേ? കുമ്മനന്റെ ആശയം പോയത് എന്തിനാ നിങ്ങൾക്ക് അറിയണ്ടേ? കുമ്മനം രാജശേഖരൻ പോയത് എന്തിനാണ് നിങ്ങൾക്ക് അറിയണോ വേണ്ടയോ മിസ്റ്റർ ലാൽ? പെട്ടെന്ന് പറയൂ. കുമ്മനം രാജശേഖരൻ പോയത്
മൂന്നാറിലെ കയ്യേറ്റത്തിനെതിരെ ഞങ്ങൾ സമരം നടത്തുന്നു. മൂന്നാറിലെ കയ്യേറ്റത്തിനെതിരെ ഞങ്ങൾ സമരം നടത്തുന്നു. ശരി, വ്യക്തമായി. മൂന്നാറിലെ കയ്യേറ്റത്തെ കുറിച്ചല്ല ഗോമതി സമരം നടത്തുന്നത്, അതിന്റെ ബോർഡ് എടുത്ത് മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് CR നീലകണ്ഠനും അത് തിരുത്തി. ഇപ്പോൾ നടക്കുന്ന സമരം ഭൂസമരമല്ല എന്ന് CR നീലകണ്ഠനും പറഞ്ഞു. അപ്പോ BJPയുടെ കുമ്മനം രാജശേഖരൻ പോയി അവിടെ പറഞ്ഞത് കയ്യേറ്റത്തിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ്. ഓരോരുത്തരും പോയി ആ പാവം തമിഴും മലയാളവും കൃത്യമായി അറിയാത്ത പാവങ്ങളോട് ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ ആ ഗോമതിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്, ഈ MM മണിക്കെതിരെ പാർട്ടി നടപടി എടുത്തല്ലോ, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങളുടെ സമരം തീർക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലായത്, അതെ MM മണി നടപടി എടുത്തു, ഞങ്ങൾക്കെതിരായി നടപടി എടുത്തു MM മണി. ഇങ്ങനെയാണ് അവരുടെ ഉത്തരം. അവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. ഈ പാവങ്ങളെ പറ്റിക്കുന്നത് ആരാണ്? ഇതാണ് ഇപ്പോൾ കേരളം അന്വേഷിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ഗോമതി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഗോമതി, മണി പറഞ്ഞതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ തെറ്റിപ്പോയി എന്ന് ആദ്യത്തെ 18 സെക്കൻഡ് വീഡിയോ അല്ല യഥാർത്ഥത്തിലുള്ളത്. പൂർണ്ണമായുള്ള വീഡിയോ കാണിക്കുമ്പോൾ മറ്റൊന്നാണ്, സ്ത്രീയെ അധിക്ഷേപിച്ചതല്ല എന്ന് ഉള്ള രീതിയിൽ ഇപ്പോൾ ചർച്ചകൾ വന്നിട്ടുണ്ട്. അത് വീണ്ടും അന്വേഷിക്കാൻ തയ്യാറാകണമെന്ന് ഗോമതിക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല, ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പെമ്പിള ഉരിമയെ കുറിച്ച് എല്ലാ സ്ഥലത്തിലും പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും പറഞ്ഞു അവര്, ഞങ്ങൾ കേട്ടു. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പെമ്പിള ഉരിമയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പാർട്ടിക്കാർ. അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേട്ടതാ.